നീ എന്തിനാ വിളിച്ചേ? നിന്റെ മോന്താണ് ബെസ്റ്റ് ചിക്കനാണ് ഇവിടുത്തെ. ചില്ലി ബട്ടർ എന്നൊക്കെ പറഞ്ഞിട്ടേ ചോപ്പി മഞ്ഞൊക്കെ ആയിട്ട് ഒരുമാതിരി തൃശ്ശൂരത്തിന് ആമ്മുട്ട് പറ്റിയ പോലെ. എത്ര തരാ? അത് കൊണ്ടുവരുന്ന ആൾക്കാരെ കണ്ടല്ലേ എഴുന്നേറ്റ് തൊഴാനാ തോന്നും. ഒറ്റ തൊഴി വെച്ചതല്ല ചില പിച്ചക്കാരി ഛർദ്ദിച്ച പോലെയാവും. ഈ ആക്കിക്കൊണ്ടിരുന്നോ വല്ലുവിന്റെ മുറി അത് മറക്കണ്ടത്. കയ്യില് 10 പൈസ ഇല്ല. ഓ എന്തത്? 10 അമ്മേന്റെയും ഈ തേങ്ങാപ്പൂരി എനിക്ക് എന്തിന്റെ കോപ്പ്? എടാ എന്റെ കാശില്ലെന്നാ പറഞ്ഞേ. അന്നാ നീ കുരിശ് കട്ടിപ്പിടിച്ചിരിക്കാതെ എടുത്ത് വിൽക്കടാ. കയ്യിൽ കാശ് വന്ന പിന്നെ നിനക്ക് ആരും മേടിക്കാതെ ഇഷ്ടമുള്ളത് മേടിച്ച് കഴിക്കാം. കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞതല്ലേ. എടാ ഞാൻ ആ ഫ്രെഡി വിളിച്ചിരുന്നു. ഇവിടത്തെ അടുക്കള എവിടെയാണെന്ന് തോന്നണേ. ഫ്രെഡി ഞാൻ വിളിച്ചിരുന്നു. സാധനം അയാൾ വാങ്ങിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അയാളുടെ ഒരാൾ ഈ നാട്ടിലുണ്ട്, ഒരു അബ്ദുള്ള. നീ അയാളെ പോയിന്ന് കാണണം. ആളെങ്ങനെയാന്ന് അറിയണം. എന്നിട്ട് ഒരു വില നീ തന്നെ കൂടെ ഉറപ്പിച്ചോ. വെള്ളിയാഴ്ച മാല തരാന്ന് പറഞ്ഞിട്ട് അയാളുടെ കുറച്ച് അഡ്വാൻസ് വാങ്ങിച്ചോ. ഇത് അയാളുടെ ഫോൺ നമ്പറാ. ഹലോ, അബ്ദുള്ള ചേട്ടനല്ലേ? ആരാ? ഞാനാ മണി. ഗോപി വിളിക്കാൻ പറഞ്ഞിരുന്നു. ആ, ഫ്രെഡി വിളിച്ചിരുന്നു. ഒന്ന് കാണണല്ലോ. എവിടെ വരണ്ടേന്ന് പറഞ്ഞാൽ മതി, ഞാൻ അവിടേക്ക് വരാ. പള്ളി അറിയാമോ? പള്ളി. ആ, പള്ളി അറിയാം. ഞാൻ ഏത് പള്ളി? എനിക്ക് ഇവിടുത്തെ പള്ളി അറിയില്ല. എടോ, എന്നാ തനിക്ക് അറിയാവുന്ന സ്ഥലം പറഞ്ഞു തോലയ്ക്ക്. എനിക്ക് ഇവിടുത്തെ ഹോട്ടൽ നന്നായിട്ട് അറിയാം. ആ, എന്നാ താൻ അവിടെ നിൽക്ക്, ഞാൻ അങ്ങോട്ട് വരാം. ഹൈ, അത് നല്ല പ്ലാനാണല്ലോ അബ്ദുള്ളേട്ടാ. നിങ്ങൾ ഇങ്ങോട്ട് വന്നോളി, ഞാനിവിടെ കാണും. അതിന് തന്നെ ഞാൻ എങ്ങനെ അറിയും? ഹൈ, എന്നെ കാണുമ്പോ മണീന്ന് വിളിച്ചാ മതി. എടോ, താനാണെന്ന് ഞാൻ എങ്ങനെ അറിയും? ഞാൻ പറയും ഞാനാണെന്ന്. എനിക്കൊരു തണ്ടിനും പേടിയില്ല. എടോ, അതിന് തന്നെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഓ, അത് ശരിയാണല്ലോ. ആ, അതെ, ഞാനൊരു ചുമന്ന റോസാപ്പൂ പിടിച്ചിവിടെ നിൽക്കാം. സാധനൊക്കെ കയ്യിലുണ്ട്. അയ്യേ, അതല്ല, മാല. വിലയൊക്കെ ഫ്രെഡി പറഞ്ഞിട്ടുണ്ടല്ലേ. പിന്നെ ചെറിയൊരു അഡ്വാൻസ് വേണം. എത്ര വെച്ച ചേട്ടൻ തീരുമാനിച്ചു കൊണ്ടുവന്നാ മതി. സാധനം വെള്ളിയാഴ്ച തരാം. അപ്പൊ മുഴുവൻ തുക തന്നാ മതി. അപ്പോഴേ ഞാനിവിടെ ചുവന്ന റോസാപ്പൂ പിടിച്ചിട്ട് നടക്കി നിൽപ്പുണ്ടാവട്ടോ. ഓക്കെ. റോസാപ്പൂ, സിന്ന റോസാപ്പൂ, റോസാപ്പൂ. ഇവിടെ തന്നെ ആണോടാ കണ്ടത്? അവൻ ഇവിടെ തന്നെ മുതലാളി. ചേട്ടാ, ഈ വണ്ടി പോവോ? ഈ വണ്ടി പോവില്ല, ഞാൻ കൊണ്ടുപോകാൻ ഒന്ന് റെയിൽവേ സ്റ്റേഷൻ പോണം. ബാംഗ്ലൂർ വിട്ടാലും മതി, അമ്പലത്തിൽ വിട്ടാലും മതി. അണ്ണൻ അമേരിക്ക കൊണ്ടുവിട്. പിന്നെ എന്താണ് വീൽ വെച്ചിറക്കാൻ പാമ്പ് കടിക്കാൻ? എനിക്കൊരു സംശയമില്ല, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. അവൻ ഇവിടെ തന്നെ ഉണ്ട്. എന്നാ ഞാൻ പിടിക്കും. അതെ, നടക്ക്. ഇത്രയും വലിയ ഹോട്ടലും താമസിക്കാനുള്ള കഴിവൊന്നുമില്ല ചേട്ടക്ക്. സ്വന്തമായിട്ടൊരു വീട് കൂടി ഇല്ലാത്തവനാണ് തേണ്ടി. ഏതോ ഒരു അങ്കിളിന്റെ വീട്ടിലെ തൊഴുത്തിലെ കിടപ്പ്. അവിടെ ആളയച്ചപ്പോ അങ്കിള് തേണ്ടി അവിടെ ഇല്ല. എല്ലാരും കൂടെ ഉള്ള ഒത്തുകളിയാണ്. അത് എന്നോട് ഇതവനല്ലേ? കണ്ണാടിയായിരുന്നു. സൈഡ് പ്ലീസ്. ആ കള്ളപ്പന്നി ഇതിനകത്ത് വാഴ അടച്ചിട്ടുണ്ട്. ഇത് റൂമിലാണ്, ലിഫ്റ്റാ. കോണിപ്പടി കാണാൻ വെച്ചിരിക്കുന്ന. ഓടിച്ചിട്ട് പിടിയടാ. വന്നികളെ വാടാ. എവിടെ ഇത് വന്നിറങ്ങിയ? ശുക്രനല്ലോ. ഓ, ശുക്രൻ തന്നെ. അവൻ എന്തേടാ? എങ്ങാട് പോയിന്നറിയില്ല. ഇവിടം വരെ ഞങ്ങളുടെ മുമ്പിലുണ്ടായി. എന്നിട്ട് ഇവിടെ കുഴി ഒഴിച്ച് താഴോട്ട് പോയാ? എല്ലാ മുറികളും തുറന്നു നോക്കിയാലോ? വല്ലവന്റെ മുറി തുറന്നു നോക്കി തലയിട്ടല്ലേ? ഇത് അവന്റെ കയ്യിലുണ്ടായിരുന്ന പൂവല്ലേ? അവന്റെ അമ്മായിയമ്മടെ പൂ. അവൻ ഇതിനകത്തുണ്ട്. വേറെ ആരുടെ കൂടെ അകത്തുണ്ട്? ആരുണ്ടെങ്കിലും എനിക്ക് പ്രശ്നമല്ല. എന്റെ മകളെ ഞാനിന്ന് കൂട്ടിക്കൊടുക്കും. കൂട്ടിക്കൊണ്ടു പോകും. എടാ, ഇനി തട്ടിയിട്ട് കാര്യമൊന്നുമില്ല. മാറിക്കേ. ഇത് ഞാൻ ചവിട്ടി പൊളിച്ചിട്ടുള്ള കാര്യമാണ്. ആ, ദേ, ആരെങ്കിലും പുറത്തേക്ക് ഓടിയെ പിടിച്ചോളാം. ആരാ നീ? ടോമൻ ചെറിയ തമാശ. കുളിക്കുന്നു. കുളിക്കാണല്ലോ, ഒന്നിച്ച് കുളിപ്പിക്കാം. സെക്യൂരിറ്റി, ഞാൻ ടോമങ്കിൾ. എന്റെ മുറിയിലൊരു കള്ളൻ. ഈ വാതിൽ തുറന്നിട്ടിരുന്നാണല്ലോ, പിന്നെ ആരാ അടച്ചത്? മാഡം, അതവിടെ വെച്ചിട്ട് വേഗം പോടോ. ഓരോ ശല്യങ്ങൾ കയറി വരും മനുഷ്യന് മെനക്കെടുത്ത്. ഹലോ.
എടുക്കാം, പിന്നെ വരാം. പോടത്. നാണം നാണം. അവന്റെ ഒരു കിന്നാരം. പാമ്പിന്റെ ജന്മായി. കാശ് ഞാൻ നാളെ കാലത്ത് തരാം. ഇന്നിപ്പോ ഉച്ചയായില്ല, ഇനി കാലത്താക്കാൻ പറ്റുമോ? കാലത്ത് വിളിച്ചാ മതി ഇന്ന്. പണ്ടാറടക്കാൻ ഇനി ഇത് ഓൺ ചെയ്യണില്ല. ഈ മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചോന്റെ അമ്മയ്ക്ക് ആദ്യം വിളിക്കണം. This is too much. ഒരു സ്റ്റാർ ഹോട്ടലിൽ ഒരു കള്ളം വന്ന് തല്ലുകയും ബാത്റൂം വരെ വലിഞ്ഞു കയറി വരികയൊക്കെ ചെയ്യാന്ന് പറഞ്ഞാ ഐ വിൽ കോൾ ദ പോലീസ്. ഞാൻ ഇപ്പൊ ഇവിടുത്തെ എസ് പിയെ വിളിക്കും. സാർ പ്ലീസ്, പോലീസ് എത്തിയാൽ ഞങ്ങൾക്ക് മോശമാണ്. എങ്കിൽ എല്ലാ മുറിയും ഒന്ന് ചെക്ക് ചെയ്യണം. 10-200 മുറികളുണ്ട് ഇവിടെ. എല്ലാ മുറിയിലും സാറിനെയും കൊണ്ട് ചെന്ന് ഇയാളാണോ കള്ളൻ ചോദിക്കാൻ പറ്റും. ആളിവിടെ എവിടെയെങ്കിലും കാണും. ആളെ കണ്ടാ എങ്ങനെ ഇരിക്കും? കണ്ടാൽ ഒരു മിന്നായം പോലെ കണ്ടതല്ലേ ഉള്ളൂ. ഒരു കാറ്റു വന്നിക്ക് മീശ വെച്ചതുപോലെ ഒരു അങ്ങനത്തെ ഒരു മീശ എവിടെ കണ്ടാലും ഞങ്ങൾ തിരിച്ചറിയാം. നിങ്ങൾ അയാളെ എവിടെ കണ്ടാലും ഒന്ന് ഫോൺ ചെയ്താൽ മതി. അവൻ ഇനി എണീറ്റ് നടക്കാനാകാത്ത നിലയിലാക്കിയിട്ട് ഞങ്ങൾ വിടും. കുറുപ്പ് സാറിന് ഇപ്പൊ അവന്മാരുടെ കൈ കിട്ടിയ കുറുപ്പ് സാറിന്റെ കാര്യം പോക്കാം. ഈ മീശാൻ പഠിച്ചാൽ പിന്നെ കളവന്റെ കളവിയുടെ മുമ്പിൽ ചെന്ന് പെടാതിരുന്നാ പോരെ. ഈ 12-ാം തീയതി മാലയുടെ കല്യാണം ഉറപ്പിച്ചിരിക്കുകയാണ്. ഇതുപോലൊരു ബന്ധം ഇനി കിട്ടുമോ? കല്യാണപ്പെട്ട് ഒളിച്ചോടി നഗാനും പുറത്തറിഞ്ഞ പിന്നെ ഈ ജീവിതത്തിൽ അവളുടെ കല്യാണം നടക്കോ? ഇപ്പൊ തന്നെ ഏതോ കീണിക്കോടം തമ്പലത്തിൽ തൊഴാൻ പോയിരിക്കാണെന്ന് എല്ലാവരും പറഞ്ഞിരിക്കുന്നത്. 12-ാം തീയതിക്ക് മുമ്പ് മാലയെ ആരും അറിയാതെ പന്തലിലെത്തിക്കണം. ഇല്ലെങ്കിൽ എന്റെ മാനം പോകണം. എന്താ അടുത്ത പരിപാടി? ഡാൻസും ഗാനമേളയും. എവിടെ? നിന്റെ അമ്മായി രണ്ടാം കെട്ടിന് പോയി റൂം എടുക്കടാ. എവിടെയാ റിസപ്ഷൻ? ഓ, റിസപ്ഷൻ വേണമെങ്കിൽ ടൗൺ ഹാളിലോ TDM ഹാളിലോ എവിടെ വേണം വെക്കല്ല. ആദ്യം കല്യാണം നടക്കട്ടെ, പിന്നല്ലേ റിസപ്ഷൻ. ഇങ്ങോട്ട് നോക്കിയേ, ഹോട്ടൽ റിസപ്ഷൻ. മുറി എടുക്കണമെങ്കിൽ ഹോട്ടൽ റിസപ്ഷനിൽ പോണം. അതെവിടെന്നാ ചോദിച്ചത്? പോയി നോക്കടാ. സാർ എക്സ്ക്യൂസ് മീ, യു ആർ 110. ഒരു കോൾ ഉണ്ട്. കോളോ? അതെ, ഇന്റർനാഷണൽ കോൾ. ഇന്റർനാഷണൽ കോളോ? ഒരു മിനിറ്റ്, എന്റെ ആരും പുറത്തു പോയിട്ടില്ലല്ലോ. എക്സ്ക്യൂസ് മീ. ഹലോ, ആരാണ്? നീ അബ്ദുള്ള കണ്ട? ഇല്ല, ഞാൻ കണ്ടില്ല. അയാൾ പട്ടുവൻസായിട്ട് ഹോട്ടലിലേക്ക് വരും. ആളെ തിരിച്ചറിയാനായിട്ട് പോവായിട്ട് നിൽക്കാണ് ഞാൻ പറഞ്ഞേക്കണേ. കാശ് നീ മേടിച്ചോളാം, എനിക്ക് വരാൻ പറ്റില്ല. അല്ല, നീ ഇപ്പൊ എവിടെയാണ്? ഞാനോ? ഹലോ 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 ഹലോ. അബ്ദുള്ള പൂവായിട്ട് നിൽക്കുന്നതാണോ ഞാൻ പൂവായിട്ട് നിൽക്കണമെന്നാണോ പറഞ്ഞ്? കൺഫ്യൂഷൻ ആക്കിയല്ലോ. ഇവൻ ഏത് രാജ്യത്താണ് ഇന്റർനാഷണൽ കോൾ വിളിച്ചത്? അവനെ അങ്ങനെ വെറുതെ വിട്ടാൻ പറ്റില്ല. സാർ ഫോർവേഡ് ടു MD ക്വിക്ക്. ഒരു മാരേജുമായി ബന്ധപ്പെട്ട് വൺ മിസ്റ്റർ KT മാത്യുവിടെ റൂം എടുത്തിട്ടുണ്ടോ? 1 minute sir. കയ്യിൽ പൂവ്. ഇയാളാവൂ അബ്ദുള്ള? ഞമണിയുടെ ഫ്രണ്ട് മാലന്റെയിലുണ്ട്. ഞമണിയുടെ ഫ്രണ്ട് മാലന്റെയിലുണ്ട്. മാല എവിടെയുണ്ട്? മാല എന്റെ കസ്റ്റഡിയിലുണ്ട്. മുഖം നോക്കാതെ കാര്യങ്ങൾ പറയുന്നുണ്ട്. വിഷമം തോന്നില്ല. ഇല്ല, വിലപേശൽ നടക്കില്ല. ഇതൊരു ബിസിനസ് മാത്രമാണ്. ബിസിനസ്സാ? അതെ, അത്രമാത്രം കഷ്ടപ്പെട്ടത് അടിച്ചുകൊണ്ടെന്ന്. ഇതാരാ? ഇതൊക്കെ എന്റെ ആളുകളാ. എന്റെയിലും ഇതിലും കൂടുതൽ ആൾക്കാരൊക്കെ ഉണ്ട്. ഇങ്ങോട്ട് വന്നേ. മാലയെ തട്ടിക്കൊണ്ടു പോകുന്നതിന് പിന്നിൽ വൻ ഗ്രൂപ്പ് ഉണ്ട്. കാശാണ് അവരുടെ ലക്ഷ്യം. ഓടക്കാൻ നിന്നാ സംഗതി കുലുമാലാവും. പിന്നെ പോലീസും പത്രക്കാരുമായിട്ട് നാട് മുഴുവൻ അറിയും. അതോടെ പെണ്ണിന്റെ കല്യാണം മുടങ്ങും, ജീവിതവും പോക്കാവും. കാശെങ്കിൽ കാശ് കൊടുത്ത് ഒതുക്കാൻ നോക്ക്. ഒരുപാട് കാശാവും. എന്ത് തീരുമാനം? അപ്പോഴേ എങ്ങനെയാ കച്ചവടം? തൽക്കാലം 25,000 രൂപ അഡ്വാൻസ് തന്നാ മതി. ബാക്കി കൈമാറ്റം നടന്ന ശേഷം. നിന്റെ അപ്പന്റെ കാശല്ലേ വേഗം എടുത്തു കൊടുക്കാൻ? പറ്റൂലെങ്കിൽ പറ്റൂല എന്ന് പറഞ്ഞോ. പറയണ വിലക്ക് എടുത്തോളാന്നൊക്കെ പറഞ്ഞിട്ട് ബോംബെന്ന് ആൾക്കാർ വന്നിട്ടുണ്ട്. ഇത് ചില്ലറ പാർട്ടിയല്ല. ബോംബെയിലേക്ക് പെണ്ണുങ്ങളെ കയറ്റിയേക്കുന്ന വലിയ ഗ്രൂപ്പാണ്. പെൺവാണിപം. രാഷ്ട്രീയക്കാർ വരെ ഇവന്മാരുടെ പുറകിലുണ്ട്. അടിച്ചു നിൽക്കാൻ പ്രയാസമാണ്. മേലെങ്കിലും നോക്കണ്ട, സമ്മതിച്ചോ? ഈശ്വര, ഒരു തന്തയ്ക്ക് ഗതികേട് വരരുത്. കച്ചവടം ഉറപ്പിച്ച് വേറെ ആയിരിക്കും കൊടുക്കലേട്ടാ, ഞാൻ വാങ്ങിച്ചോളാം. പിന്നെ പണം ബാക്കി മുറിയിൽ വെച്ച് സംസാരിക്കാം. അല്ല, ഇവിടെ റൂമുണ്ടോ? 222. എപ്പോഴാ വരണ്ടേ? ഒരു 6:30 വന്നേക്ക്. സർ, ഇവിടെ ഈ പേരിൽ എൻട്രി ചെയ്തിരിക്കുന്ന മുറിയിൽ ആരും ഫോൺ എടുക്കുന്നില്ല. എന്താ സാർ കാര്യം? ഒരു അറസ്റ്റ് വാറന്റ് ഉണ്ട്. സാർ, അവരെ ആളുകളൊക്കെ റെസ്റ്റോറന്റിലുണ്ട്. നമുക്ക് അവിടെ ചെന്ന് അന്വേഷിച്ചാലോ? കം വിത്ത് മീ. ഒരു കൊറിയർ ഉണ്ട്. സർ, ഒരു കൊറിയർ ഉണ്ട്, കൊടുത്തേക്കട്ടെ?
വേണ്ട, ഞാൻ അങ്ങോട്ട് വരാം. അതിനിടയ്ക്ക് ഫോട്ടോസ് ഒക്കെ കിട്ടിയോ? നോക്കട്ടെ. ഇത് കണ്ടോ മാത്തച്ചാ, നമ്മൾ രണ്ടാളും. ആഹാ, ഇത് വലിയൊരു ബന്ധത്തിന്റെ തുടക്ക. എനിക്കിതൊന്ന് എല്ലാവർക്കും ചെയ്തു തരണം. ശരി സാർ, സാർ വെച്ചോളൂ. ഞാൻ ഒന്നും. നിങ്ങൾ രണ്ടാളും ഇവിടെ നിൽക്കണ്ട. ഞങ്ങൾ വെറുതെ രസംകുല്ലികളാവും. ചെറുക്കനും പെണ്ണും അവരവരുടെ ജീവിതം അവരെന്നെ നിശ്ചയിക്കട്ടെ. വാ മാത്തച്ചാ, ഒരു കാര്യം പറയാനുണ്ട്. കഴിയുമെങ്കിൽ മതി. 22 ലക്ഷം ക്യാഷായിട്ട് കൊണ്ടുവന്നതാ. പള്ളിയിലും പാർട്ടിക്കും ഡാൻസിനും ഹോട്ടലിലും കൊടുത്തപ്പോ ഒന്ന് ടൈറ്റായി. കുഴപ്പമില്ല, ബാങ്കിൽ നിന്ന് TT അടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ 4 ദിവസം അടുപ്പിച്ചൊഴിവായതില് ഞാനൊന്ന് കുടുങ്ങി. കല്യാണത്തിന് 2 ദിവസം മുമ്പ്, അതായത് വ്യാഴാഴ്ച ഞാൻ പറഞ്ഞ തുക തന്നേക്കാം. പിന്നെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം. ഓ വേണ്ട, ഇപ്പൊ വലിയ അത്യാവശ്യമൊന്നുമില്ല. ഒന്നിങ്ങി വന്നേ, ഒരു കാര്യം പറയട്ടെ. ഒരു മിനിറ്റ്. വേണ്ട വേണ്ടെന്ന് നീ പെഴുന്നള്ളിക്കണ്ട. അവസാനം ഒന്നും ഇല്ലാണ്ട് കൈ വീശി പോകേണ്ടി വരും. ഇപ്പൊ പെട്ടെന്ന് ആവശ്യമൊന്നുമില്ലല്ലോ. നിങ്ങൾക്ക് ആവശ്യമില്ലായിരിക്കും, എനിക്ക് ആവശ്യമുണ്ട്. എന്താ, നീ ആനേനെ വാങ്ങാൻ പോണ്ടേ? ആന അമ്പാരിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് പറ്റിച്ചല്ലേ ആദ്യ ഭാര്യ ചത്തപ്പ എന്നെ കിട്ടിയത്. അവസാനം വന്ന് കയറിയപ്പോഴല്ലേ അറിഞ്ഞത് ഒരു മത്തങ്ങയില്ലെന്ന്. നിനക്കിപ്പോ എന്താ വേണ്ടേ? ഒരു മത്തങ്ങ വേണം, അത്രയല്ലേ ഉള്ളൂ. അത് ഞാൻ ഏറ്റുന്നു. എന്റെ നാക്ക് ചൊറിഞ്ഞ് വരുന്നുണ്ട്. എനിക്ക് 1 ലക്ഷം രൂപ കിട്ടണം. എന്തിനാന്ന്? വിവാഹത്തിന് പാർട്ടിക്ക് കൊടുക്കാൻ കുറെ സാരി സ്വർണ്ണൊക്കെ വേണം. ഇല്ലെങ്കിൽ ഞാൻ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങില്ല. ഞാൻ നോക്കട്ടെ. പോയി ചോദിക്കും. സാർ, സാർ ഒന്നിങ്ങി വരും. KT മാത്യു എന്ന ആൾ നിങ്ങളുടെ കൂടെ ഉണ്ടോ? എന്താ കാര്യം? ഒരു അറസ്റ്റ് വാറണ്ട് ഉണ്ട്. കള്ളച്ചെക്ക് കേസാ. അവന്റെ ചെക്കെല്ലാം പോണേന്റെ ഇരട്ടി സ്പീഡിലാണ് മടങ്ങി വരുന്നത്. അതെയാ? ഒന്നല്ല, 8 എണ്ണമാ കേസ്. ആളെവിടെ ഉണ്ട്? ആളിവിടെ ഇല്ല. അയാളുടെ പേരിൽ ഇവിടെ റൂം എടുത്തിട്ടുണ്ടല്ലോ. ആളുടെ പേരിൽ ഇവിടെ റൂം ഉണ്ടല്ലോ. ആള് ഞങ്ങളുടെ ഒരു ബന്ധുവാ. ഇങ്ങനെയുള്ള തെണ്ടി പുരുഷകളൊക്കെ ബന്ധുവാണെന്ന് പറയാൻ തനിക്ക് നാണമില്ലേ? കുടുംബത്തിൽ കയറ്റാൻ കൊള്ളാത്തവന്മാര്. അത് ശരിയാ. വന്നാ അറിയിക്കണം. 4 ആഴ്ചയെ അവനെ ഞാൻ തെരഞ്ഞു നടക്കുക. ശോഭരാജിനെ പിടിക്കാൻ അത്രയും പാടില്ല. വന്നാ ഞാൻ ഫോൺ ചെയ്യാം. വേണ്ട, ഞാനിവിടെ റൂം എടുത്ത് താമസിക്കാൻ പോവാ. കയ്യിൽ കിട്ടിയ അവന്റെ ശവം പോലും അവന്റെ അപ്പനെ കിട്ടില്ല. ഞാൻ അങ്ങോട്ട് അറിയിക്കാം. അല്ല, എന്താ പ്രശ്നം? എന്റെ ഒരു ബന്ധുവാ. അപ്പൊ പിന്നെ നിന്റെ അപ്പൻ ശവം എന്നൊക്കെ പറഞ്ഞത്? അതെ, അവന്റെ അപ്പന്റെ ശവടക്കിനെ എന്നോട് ചെല്ലാൻ പറഞ്ഞത്. അവിടെ ആരുമില്ല. പിന്നെ എനിക്ക് തിരികെ കാശ് വേണം. ഞാൻ 2 ദിവസം ഇവിടെ മുറിയെടുത്തിട്ട്. ആരെങ്കിലും ശ്രദ്ധിക്കാൻ, നമുക്ക് രാത്രി കാണാം. എപ്പോഴും ഒളിച്ചോടുക. കാശ് കൈ കിട്ടട്ടെ. രാത്രിയിൽ എന്നെ വിളിക്കോ? അങ്ങേരൊന്ന് മാറിയ ഉടനെ വിളിക്കാം. ഇവിടെ എവിടെ ആ സാധനം എങ്ങനെയുണ്ട്? സംശയമില്ല, പോക്ക്. എനിക്ക് തോന്നി ആദ്യം കണ്ടപ്പോഴേ അവർക്ക് നമ്മളോട് ഒരു ലൈൻ ഉണ്ട്. പക്ഷെ നേരിട്ടുള്ള ഡീലിങ്സാ. കെട്ടിയോന്ന് അറിയാതെയാ ഇടപാട്. രാവിലെ ഒരുത്തന്റെ ബുക്കിംഗ് ഉണ്ടായിരുന്നു, ഞാൻ കണ്ടു. ഇപ്പം വേറൊരുത്തൻ വന്ന് മുട്ടിയിട്ടുണ്ട്. കൂടുതൽ കാശ് കൊടുത്താല് ഇങ്ങോട്ട് മറിയും. പിന്നെ കയ്യോടെ ഇന്നത്തേക്ക് എന്നെ ബുക്ക് ചെയ്തു. അല്ല, ഇക്കയുടെ മറ്റേ കേസ് അവിടെ? അവള് വന്ന റൂമിലേക്ക് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. തീ കൊടുത്ത് പോലീസുകാരൻ പോയി. പോലീസ് വന്നേ. നിന്റെ അപ്പന് ഞാനൊരു ചെക്ക് കൊടുത്തില്ലേ? അത് തന്നെ കാര്യം. എന്റെ കയ്യിൽ 4 വെള്ളി വന്നോട്ടെ, നിന്റെ തൊന്തക്ക് ഞാൻ കാണിച്ചു കൊടുക്കാം. കാശ് കിട്ടിയോ? ആ ഫെർണാണ്ടസിന്റെ ഒരു ബന്ധുല്ലേ, അങ്കിൾ ടോം, അങ്ങോരോട് പറഞ്ഞു ഏൽപ്പിക്കാന്ന്. നമ്മളും പരിചയമല്ല. ഇങ്ങനെയൊക്കെയല്ല ഓരോരുത്തരെ പരിചയപ്പെടാ. എന്നാ പിന്നെ വളച്ചിട്ടില്ലാതെ കാര്യം പറയാലോ. അല്ല, കാശ് എത്ര വേണം? അങ്കിൾ, അത് അങ്കിൾ എന്നോ ചേട്ടനോ എന്ത് വേണേ വിളിച്ചോ, പ്രശ്നമില്ല. കാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കണം. അതെ അതെ അതെ. കാശ് ഇപ്പൊ കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ല, കാശ് ഞാൻ മുറിയിലേക്ക് കൊണ്ടുവരാം. മതി 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 മതി. എപ്പോ വരണു? എപ്പോ വേണമെങ്കിലും വന്നോളൂ. എന്തായാലും ഓക്കെ.